മലപ്പുറം പെരിന്തൽമണ്ണയിലെ മുൻഷാദും അരക്കപറമ്പ് സ്വദേശിനി ഷഫ്നയും 8 മാസം മുൻപാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ നാളുകളിൽ മാതൃകാ ദമ്പതികളായി ജീവിച്ചവർ. എന്നാൽ ഭർത്താവ് മുൻഷാദിൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അവൾ പതിയാണ് തിരിച്ചറിഞ്ഞത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവ്. സ്വന്തം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാലും അയൽവാസികളോട് മിണ്ടിയാലും സംശയം. അതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കും ബഹളവും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭാര്യ ഉറങ്ങുന്ന സമയം മുൻഷാദ് ശരീരത്തിലൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. അതോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ യുവതി അടുത്ത വീട്ടിൽ അഭയം തേടിയെങ്കിലും ശരീരമാസകലം ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ഒടുവിൽ ചികിത്സയിലിരിക്കെ ഷഫ്ന മരിച്ചെന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നത്. കേസിൽ പ്രതി മുൻഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അരക്കുപറമ്പിലാണ് സംഭവം. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയുടെ മേൽ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തീപ്പൊള്ളലേറ്റ നിലയിൽ ഷഫ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി അടുത്ത വീട്ടിൽ അഭയം തേടി. തന്നെ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചുവെന്ന് യുവതി പറഞ്ഞതായി അയൽവാസികൾ വെളിപ്പെടുത്തി. ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ട് ഓടി വന്നതാണ്. ഓടി വന്നപ്പോൾ ഈ കുട്ടി തൊള്ളടിന് കേട്ടിട്ട് ഓടി വന്നപ്പോൾ മുറ്റത്തേക്ക് ഇവരെ ഈ മതിൽ ചാടി ഓടി വന്നപ്പോൾ ഈ കുട്ടി ഓടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ തീയിട്ടിക്കുകയാണ്, മണ്ണെണ്ണ പറഞ്ഞ് കാക്കു തീയിട്ടിക്കുകയാണ് കാരണം. അത് മാത്രമേ പറഞ്ഞത് അവിടുന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആകെ കത്തിയിരുന്നു. ആകെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കിടക്കുകയും ചെയ്തു. വെള്ളം കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഊസ് കുടിച്ചിട്ട് അടിച്ചു. നല്ല കത്തിയിരുന്നു. ബെഡൊക്കെ ആകെ കത്തിയിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആദ്യം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 8 മാസം മുൻപായിരുന്നു മുൻഷാദിന്റെയും ഷഫ്നയുടെയും വിവാഹം. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു. മുൻഷാദിന് ഷഫ്നയെ സംശയമായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള വഴക്കാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന. രണ്ടുപേരുടെയും ആദ്യ വിവാഹത്തിലുള്ള കുട്ടികളും മുൻഷാദിന്റെ മാതാപിതാക്കളും ഇവർക്കൊപ്പമാണ് അരക്കുപറമ്പിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് മുൻഷാദിന്റെ ഉപ്പയും ഉമ്മയും വീട്ടിലില്ലായിരുന്നു. പ്രതിയുമായി പോലീസും മലപ്പുറത്തു നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തി 2 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പാണ് നടത്തിയത്. പ്രതിയെ കണ്ടതോടെ സ്ത്രീകളടക്കമുള്ളവർ രോഷാകുലരായി. തുടർന്ന് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.